ഈ വിഷയം നടക്കുമ്പോ ആരാണ് ഇതിന് കാരണക്കാർ? ഇതിന്റെ പ്രശ്നം എന്താണ്? പഠിക്കണം, നമ്മൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മൾ തന്നെ ഈ വിഷയം, ദീനിന്റെ ഈ നിയമങ്ങൾ പാലിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പള്ളുരുത്തിയിലെ സെന്റ് റീത്ത സ്കൂളിലെ ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നു പോയപ്പോ 4 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ട് കടന്നു ചെന്നപ്പോ അത് പാടില്ല എന്ന് പറയുകയും അതിനെതിരെ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോ ഈ 4 മാസം ആ കുട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, ഈ 4 മാസം ഒരു പക്ഷേ ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടിട്ടില്ലാതിരിക്കാം. മനസ്സ് തുറന്ന് ആലോചിക്കേണ്ടതുണ്ട്. 150-ലേറെ മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. അതിൽ പല കുട്ടികളും മുസ്ലിം പെൺകുട്ടികളാണ്. ആ കുട്ടികൾ തലയിൽ തട്ടമിടാത്തത് കൊണ്ടാണല്ലോ ഈ കുട്ടി മാത്രം തലയിൽ തട്ടമിട്ടത് കൊണ്ട് പ്രശ്നമായത്. മനസ്സ് തുറന്നിരിക്കണം. ആരാണ് ഇതിന് കാരണക്കാർ? ആ സ്കൂൾ മാനേജ്മെന്റിലേക്കും മറ്റുള്ളവരുടെ ഇടയിലേക്കും വിരൽ ചൂണ്ടുന്നതിന്റെ മുമ്പ് 3 വിരൽ ഈ മതത്തിലേക്ക് തന്നെ, നമ്മളിലേക്ക് തന്നെ ചൂണ്ടിയിട്ട് വേണം വർത്തമാനം പറയാൻ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ. ഈ ഹിജാബ് പരിശുദ്ധ മുസ്ലിമിന്റെ വസ്ത്രധാരണയുടെ വിഷയമല്ലേ എന്ന് പഠിപ്പിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറാവാത്ത കാലത്തോളം ഈ ചോദ്യവും ചോദ്യചിഹ്നവും കടന്നു വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ കേൾക്കാൻ നമുക്ക് കഴിയണം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവിന്റെ റസൂലും ഒരു നിയമം പറഞ്ഞാൽ, മതത്തിന്റെ ഒരു നിയമം പറഞ്ഞാൽ ആ മറ്റുള്ള വിശ്വാസികൾക്ക് അതിൽ മറ്റൊരു വർത്തമാനമേ പറയാനില്ല. അൽമർഅതു ഔറ, പെണ്ണ് ഔറത്താണ്, അവർ തലയിൽ തട്ടമിടണം എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ആ ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളേണ്ടത് അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ നിയമമാണ്. പിന്നെ അവിടെ ഒരു ചോയ്സ് മറ്റുള്ളവർക്കില്ല. അത് തീരുമാനം പാസാക്കിയത് ഹബീബും അല്ലാഹുവുമാണ്. അവിടെ പിന്നെ വേറൊരു തീരുമാനമേ പറയാൻ കഴിയുകയില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു മുഅ്മിനായ ആണിനും പെണ്ണിനും പറ്റുകയില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞു, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അവരുടെ വിഷയത്തിൽ പിന്നൊരു ഖിയറത്ത്, ഇഷ്ടാനുസരണം അവർക്ക് ഇല്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാതെ വന്നാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ്. അവരെ നന്നാക്കി എടുക്കാൻ കഴിയുകയില്ല. മനസ്സ് തുറന്ന് കേൾക്കണേ. നമ്മുടെ മുന്നിലേക്കും നമ്മുടെ പെൺകുട്ടികളും സ്കൂളിലേക്ക് നമ്മുടെ ഉമ്മറപ്പടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ വരുന്നുണ്ട്. ആ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ മറുപടി കൊടുക്കാതെ രക്ഷപ്പെടുകയേ ഇല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ വസ്ത്രധാരണയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 26-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. യാ ബനീ ആദം قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير. يا بني آدم, ഓ മനുഷ്യരെ, قد أنزلنا عليكم لباسا, നാമാണ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത്. അല്ലാഹു പറയുകയാണ്, നാമാണ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത്. എന്തിനാ വസ്ത്രം ഇറക്കി തന്നത്? യുവാരി സൗആതികും, നിങ്ങളുടെ ഔറത്ത് മറക്കാനാണ്, നിങ്ങളുടെ നഗ്നതകളെ മറക്കാനാണ്. വരീശ, രണ്ടാമത്തത് അല്ലാഹു പറയുന്നത് അലങ്കാരമായിട്ടാണ്. അലങ്കാരമായിട്ടും ഔറത്ത് മറക്കാനുമാണ് അല്ലാഹു വസ്ത്രം ഇറക്കി തന്നത്. എന്താണ് സഹോദരി നമ്മുടെ വസ്ത്രധാരണയുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? മാബൈന സുറത്തി വൽ റുക്ബ, മുസ്ലിമിന്റെ പുരുഷന്റെ വസ്ത്രധാരണയാണ്, അവരുടെ ഔറത്താണ്. അല്ലാഹു ജല്ല ജലാലു പറഞ്ഞത് ആൺകുട്ടികൾ മുട്ടുപൊക്കിളിന്റെ ഇടയിൽ വസ്ത്രം ധരിക്കണം. ഇന്ന് പ്രായപൂർത്തിയായ ആൺകുട്ടികൾ പോലും ഹോസ്റ്റലിൽ മറ്റുള്ളവരുടെ മുന്നിൽ താമസിക്കുന്നത് എങ്ങനെയാണ്?
ബുള്ളറ്റിന്റെ മുകളിലോ എൻഫീൽഡിന്റെ മുകളിലോ മറ്റുള്ള സ്ഥലത്തോ കടന്നു പോകുന്നത് ട്രൗസർ ധരിച്ചിട്ടാണ്. പെൺകുട്ടിക്ക് മാത്രമൊന്നുമല്ല ഇസ്ലാമിന്റെ ഔറത്തിന്റെ വർത്തമാനം പറഞ്ഞത്. മുട്ടുപൊക്കളിന്റെ ഇടയിൽ അവർ വസ്ത്രധാരണ കീപ്പ് ചെയ്തേ മതിയാകൂ. അവിടെ വേറൊരു തീരുമാനമെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. സ്ത്രീയുടെ ഔറത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അൽ മർഅതു ഔറ, സ്ത്രീ മുഴുവനും ഔറത്താണ്. അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് വേറെ ഒരു അഭിപ്രായമില്ലാത്ത വിധം മുൻകൈയും മുഖവും ഒഴിച്ചിട്ടുള്ള ഭാഗം മുഴുവൻ കവർ ചെയ്തേ മതിയാകൂ എന്നുള്ളത്, ഒരു മുടി പോലും കാണിക്കാൻ പറ്റില്ല എന്നുള്ളത്, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അത് പാലിക്കാതിരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അല്ലാഹുവിന്റെ വർത്തമാനം ഖദ് അൻസൽനാ അലൈക്കും ലിബാസാ, വസ്ത്രം ഇറക്കി തന്നത് അല്ലാഹുവാണ്. എന്തിനാ ഇറക്കി തന്നത്? ഇറക്കി തന്ന അല്ലാഹുവിന് 2 ലക്ഷ്യമുണ്ട്. ഒന്ന്, യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നത മറക്കാനാണ്, ഔറത്ത് മറക്കാനാണ്. ഔറത്ത് മറച്ചിട്ടില്ല എങ്കിൽ ഒരു വിട്ടുവീഴ്ചയും അല്ലാഹു തരികയേ ഇല്ല. പരിശുദ്ധ ഖുർആനിന്റെ വർത്തമാനമാണ്. തൊട്ടടുത്ത ആയത്ത് അല്ലാഹു പറയുന്നുണ്ട്, യാ ബനി ആദം, മനുഷ്യരെ, لا يفتننكم الشيطان كما أخرج أبويكم من الجنة. لا يفتننكم الشيطان. ശൈത്താൻ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. ശൈത്താൻ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്തിറക്കാൻ അവൻ കാണിച്ച പ്രവൃത്തി നിങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ, അവൻ ചെയ്യാതിരിക്കട്ടെ. സ്വർഗ്ഗത്തിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കൾ പുറത്തിറങ്ങാനുള്ള കാരണം എന്താണ്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. അവർ കഴിക്കരുതേ എന്ന് പറഞ്ഞ് ആ പഴം കഴിക്കുകയും കഴിച്ച ഉടനടി സംഭവിക്കുന്നത് എന്താണ്? അവരുടെ ഔറത്ത് വെളിവായതാണ്. മനസ്സിലായോ? അറിയില്ല. നിങ്ങൾ ആ മരത്തിന്റെ മുകളിലേക്ക് പോകരുത്. ആ മരത്തിന്റെ മുകളിൽ കയറിയാൽ അവിടെ നിന്ന് ആ പഴം കഴിക്കരുത്. അറിയാതെ കഴിച്ചുപോയി. പോയ സമയം ഉടനെ സംഭവിച്ചത് എന്താണ്? അവരുടെ ഔറത്ത് വെളിവായതാണ്. ലിയുരിയഹുമാ സൗആതിഹിമാ, അവരുടെ ഔറത്ത് വെളിവായിട്ടുണ്ട്. അതുപോലെയുള്ള പണി നിങ്ങളിൽ ശൈത്താൻ എടുപ്പിക്കാതിരിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ വർത്തമാനമാണ്. എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാക്കി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരുടെ മുന്നിലാണോ നിങ്ങൾക്ക് ഔറത്ത് വെളിവാക്കാൻ പറ്റുന്നത്, അതിനപ്പുറത്തേക്ക് ഔറത്ത് മറക്കാതെ ഇറങ്ങിയാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുകയേ വേണ്ട. സമയം പോലെ ചില ഹദീസുകളിലേക്ക് നമുക്ക് കടന്നു വരണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. എന്തിനാ മുഅ്മിനെ അല്ലാഹു ഹിജാബിന്റെ വിഷയം ഇങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലൂടെ അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹൻ നബിയു. എന്തിനാണ് ഹിജാബ്? അത് സംരക്ഷണത്തിനാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഖുൽ ലി അസ്വാജിക് വബനാതിക് വനിസാഇൽ മുഅ്മിനീൻ. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ലിഅസ്വാജിക, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വബനാതിക്, നിങ്ങളുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ഭാര്യമാരോടും നിങ്ങളുടെ പെൺകുട്ടികളോടും. അവിടെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ നിർത്തിയിട്ടില്ല, അല്ലാഹു നിർത്തിയിട്ടില്ല. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മുഴുവൻ പെണ്ണുങ്ങൾമാരോട് സ്ത്രീകളോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ നബിയേ. ദീനിന്റെ നിയമമാണ്. ചാനൽ ചർച്ചയിൽ ഏതെങ്കിലും മുസ്ലിമായ നാമധാരികൾ കടന്നു വന്നുകൊണ്ട് അങ്ങനത്തെ ഒരു നിയമമേ ഇല്ല എന്ന് അന്തി ചർച്ചകളുടെ മുന്നിൽ കടന്നു വരുമ്പോ, അതല്ല മുഅ്മിനെ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം എന്താണ്? ഇസ്ലാമിന്റെ ശരീഅത്ത് എന്താണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാത്ത വിധം ആലേഖനം ചെയ്തു പോയിട്ടുണ്ട്. യാ അയ്യുഹൻ നബി, ഓ നബിയായവരെ, ഖുൽ ലി അസ്വാജിക്,
നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുത്തേക്കണേ നബിയേ. വബനാതിക്, നിങ്ങളുടെ മക്കളോടും പറഞ്ഞു കൊടുത്തേക്കണേ നബിയേ. വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ മുഴുവൻ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുത്തേക്കണേ നബിയേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ ജിൽബാബുകളെ അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ നബിയേ. അത് പറഞ്ഞു കൊടുക്കണം. അതാ നബിയെ അവർക്ക് സുരക്ഷിതത്വമായത്. അവരെ ആർക്കും അറിയാതിരിക്കാൻ ഏറ്റവും സേഫ് സോണായി നടക്കാൻ അതാണ് നല്ലത്. വിശദീകരിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ ദീനിന്റെ നിയമം അള്ളാഹു പറഞ്ഞു തരേണ്ടതാണ്, അവിടുത്തെ ഹബീബ് പറഞ്ഞു തരേണ്ടതാണ്. ആ അള്ളാഹു അവിടുത്തെ ഹബീബിനോട് പറഞ്ഞു കൊടുത്ത വർത്തമാനമാണ് യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ട വർത്തമാനമാണ് പറഞ്ഞത്. ഒരു സഹോദരി കടന്നു വന്നുകൊണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരുടെ പേജിലൂടെ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അങ്ങനത്തെ ഒരു നിയമം ഇസ്ലാമിന് ഇല്ലേ ഇല്ല. ആരേ ഇത് പറയാൻ ഏൽപ്പിച്ചത്? എന്ത് റീച്ച് കിട്ടാനാണ് ഈ മതത്തിനെതിരെ നിങ്ങൾ കൊഞ്ഞനം കുത്താൻ കടന്നു വരുന്നത്? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മു. ഈ മതത്തിൽ നിന്ന് മതത്തിന്റെ ആളുകൾ പേര് മാത്രം ഉണ്ടാകുന്ന ഒരു കാലം വരാനുണ്ട് എന്ന് അഷ്റഫുൽ വറാ റസൂലുള്ളാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അറിയില്ല. ഒരു നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമല്ലേ എന്നുള്ളതുകൊണ്ട് പറയണം. വേറെ പറയണമെങ്കിൽ അങ്ങനെ പോകാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് വൈകുന്നേരം ഞാൻ വെറുതെ മീൻ വാങ്ങാൻ വേണ്ടി പെരുന്നക്ക് വന്ന സമയത്ത് എന്നോട് ഒരാൾ വന്നപ്പോൾ പറഞ്ഞത് ഹിജാബിന്റെ വിഷയം പറയണേ. അതിന്റെ ശേഷം ഇരുന്നപ്പോ എഴുതിണ്ടാക്കിയതാണ്. അതിന്റെ ശേഷം ഞാൻ വേറെ വിഷയം പറയാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ ഒന്ന് പറയാലോ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ മുത്തുമോ തങ്ങളോട് ചോദിച്ചു, ഹിജാബിന്റെ വിഷയം ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ജലീൽ ഉസ്താദ് അഹ്ലുൽ ബൈത്താ പറഞ്ഞത്, ഇന്നലെ മാതാപിതാക്കളും ബന്ധങ്ങളും പറഞ്ഞത്. അപ്പൊ ഇത് ഏതായാലും പറയാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. മനസ്സിലാവുണ്ടോ? ഉണ്ടോ? അള്ളാഹു സ്വീകരിക്കട്ടെ. മാന്യമായ വേഷം ധരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പറയുന്നത്, എനിക്കൊരു നിലപാടുണ്ട് എന്ന് തന്നെയാണ്. എനിക്കൊരു നിലപാടുണ്ട് എന്ന് തന്നെയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് മാധവിക്കുട്ടി എന്ന് പറയുന്ന, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം കമല സുറയ്യ എന്ന് പറയുന്ന, സുറയ്യ എന്ന് പറയുന്ന ആ മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല അവാർഡുകളും സ്വീകരിക്കാൻ പോകാറുള്ളത് ഈ പർദ്ദ ധരിച്ചിട്ടാണ്. ഈ പർദ്ദ എനിക്ക് സെക്യൂരിറ്റി ആണ്, എനിക്ക് സുരക്ഷിതത്വം നൽകുന്ന വസ്ത്രമാണ്. നിങ്ങൾക്ക് തോന്നിയതും ചെയ്യാനും ആസ്വദിക്കാനും ലഭിക്കുന്നവളല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് ഒരു ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടി, മുസ്ലിം സ്ത്രീ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. അവരുടെ നിലപാടാണ്, ഇസ്ലാമിന്റെ വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് വഇദാ സഅൽതുമൂഹുന്ന, വിശുദ്ധിയുടെ അടയാളമാണ്, വിശുദ്ധിയുടെ വർത്തമാനമാണ് ഹിജാബിന് പറയാനുള്ളത്. വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്, വഇദാ സഅൽതുമൂഹുന്ന മതാ, നിങ്ങൾ സ്ത്രീകളോട് അന്യ സ്ത്രീകളോട് ഒരു സാധനം ചോദിക്കുകയാണ് എങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറക്കപ്പുറത്ത് നിന്ന് ചോദിക്കണേ. വാതിലിന്റെ അഭിമുഖമായി പോലും ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നിൽക്കരുതേ എന്നാണ്. ആ വീട്ടിന്റെ ഉമ്മറപ്പടിയിലേക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചുകൊണ്ട് ആ വാതിലിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അഭിമുഖമായി നിൽക്കരുത്. ഒന്നപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നിൽക്കണം എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ചോദിക്കാൻ വന്നാൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുകയാണ് എങ്കിലും ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, അവർ മറക്കപ്പുറത്ത് നിന്ന് ചോദിച്ചു കൊള്ളട്ടെ എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ, അത് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല, ഒരാൾക്കും അതിന് അവകാശമേ ഇല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകുന്നത് പോലും പ്രശ്നമാണ് എന്ന് പഠിപ്പിച്ചു തന്നതാണ് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ ഇങ്ങനെ മറച്ചു നടക്കാൻ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം. നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യഗുല്ലൂ മിൻ അബ്സാരിഹിം. ബക്കറ്റ് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നല്ല സഹായം സഹായിച്ച് നല്ല രൂപത്തിൽ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ കൂടെ നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്തിനാണ് സ്ത്രീകൾ മാത്രം ഇങ്ങനെ ധരിച്ചു പോകുന്നത് എന്നാണ് പലരുടെയും യുക്തിക്കനുസൃതമുള്ള ചോദ്യം. അതാണ്, കാമക്കണ്ണുകളോടെ പുരുഷന്മാർ നോക്കുമെന്ന കാരണത്താൽ എന്തിനാണ് പെണ്ണിനോട് ശരീരം മറയ്ക്കാൻ പറയുന്നത്? പുരുഷന്മാർ കണ്ണ് മൂടിക്കെട്ടിയാൽ മാത്രം പോരെ, അല്ലെങ്കിൽ കണ്ണ് പൂട്ടിയാൽ മാത്രം പോരെ എന്നുള്ളത് ചോദ്യമാണ്. തന്റെ യുക്തിക്കനുസരിച്ച് കൊണ്ട് ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പരിശുദ്ധ ഖുർആൻ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഖുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം, പുരുഷരോട് കണ്ണ് താഴ്ത്തട്ടെ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേ വർത്തമാനം സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട്. വഖുല്ലിൽ മുഅ്മിനീന മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സ്ത്രീകളും അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ എന്ന്. വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവർക്ക് വെളിവാക്കാൻ പറ്റുന്നത് ആരുടെ മുമ്പിലാണോ അവരുടെ മുമ്പിലല്ലാതെ അവരുടെ ഔറത്തുകൾ വെളിവാക്കരുത് എന്ന് അല്ലാഹുവിന്റെ വർത്തമാനമാണ്. അത് പരിശുദ്ധ ഖുർആൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ തുറന്നു തരുമാറാകട്ടെ. അതുകൊണ്ട് ഔറത്ത് മറക്കാതെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വർത്തമാനവും ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുല ബൈതി അല്ലദീ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നി വാദിഉൻ സൗബി വഅഖൂലു ഇന്നമാ ഹുവ സൗജി വഅബി. ആയിഷ ബീവി പറയുകയാണ്, ആയിഷ ബീവിയുടെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹിയും സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും മറവിട്ട് കിടക്കുന്നത്. റൗള കാണണം, പച്ചക്കുബ്ബയുടെ താഴെ ഓർമ്മ വരണം. അവിടെ 3 പേർ മറവിട്ട് കിടക്കുന്നുണ്ടല്ലോ. ഒന്ന് ഹബീബ് റസൂലുള്ളാഹിയാണ്, മറ്റൊന്ന് സിദ്ദീഖ് തങ്ങളാണ്, മറ്റൊന്ന് ഉമർ തങ്ങളാണ്. മഹാനാകുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അവിടെ മറവിട്ട് കിടന്നപ്പോഴും സിദ്ദീഖ് തങ്ങളും വഫാത്തായി അവിടെ കിടന്നപ്പോഴും ഞാൻ എൻ്റെ തലയിലുള്ള തട്ടത്തിന് വലിയ വില കൽപ്പിച്ചിട്ടില്ല. അവിടേക്ക് പോകുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. മൂന്നാമത്തെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ മറവിട്ട് കിടന്നപ്പോ വഅന മശ്ദൂദത്തുൻ അലയ്യ സിയാബി, എൻ്റെ വസ്ത്രം ഞാൻ ഔറത്ത് പൂർണ്ണമായി മറച്ചിട്ടേ പോകാറുള്ളൂ. ഉമർ തങ്ങൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോകാറുള്ളത് ഔറത്ത് മുഴുവൻ മറച്ചിട്ടാണ്. മനസ്സ് തുറന്ന് കേട്ടോളൂ. ആദ്യം ഞാൻ അത്ര ശ്രദ്ധിക്കാതിരുന്നത്, ആദ്യം അവിടെ കിടക്കുന്നത് എന്റെ ഭർത്താവാകുന്ന ഹബീബാണ്. മനസ്സിലാകുന്നുണ്ടോ അറിയില്ല. ആദ്യം അവിടെ കിടന്നിരുന്നത് ഹബീബ് തന്റെ ഭർത്താവല്ലേ. പിന്നെ രണ്ടാമത്തെ അവിടെ കിടന്നത് ആരാ? സിദ്ദീഖ് തങ്ങളാണ്. സിദ്ദീഖ് തങ്ങൾ ആയിഷ ഉമ്മയുടെ ആരാണ്? പിതാവാണല്ലോ. അപ്പൊ അത് പ്രശ്നമില്ലല്ലോ. മൂന്നാമത് ഉമർ തങ്ങൾ വന്നു. ഉമർ തങ്ങൾ തന്നെ കാണാൻ പറ്റുന്ന ആളല്ലല്ലോ. മഹദിയാകുന്ന ആയിഷ ഉമ്മ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈതി അല്ലദീ ഫീഹി റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് ഉണ്ടാകുമ്പോഴും എൻ്റെ ഉപ്പയുണ്ടാകുമ്പോഴും ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഫവല്ലാഹി മാ ദഖൽതു ഇല്ലാ വഅന മശ്ദൂദത്തുൻ അലയ്യ സിയാബി ഹയാഅൻ മിൻ ഉമറ, ഉമറിൽ നിന്നൊരൽപ്പം നാണം വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ഔറത്ത് പൂർണ്ണമായി ധരിച്ചിട്ടേ അവിടേക്ക് പോകാറുള്ളൂ എന്ന് ആയിഷ ഉമ്മ പറയുന്നുണ്ട്. ഔറത്തിന്റെ വിഷയം അത്ര ലളിതമല്ല. ഹബീബിന്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട് അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. ഹബീബിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഹബീബിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹബീബിനോട് തന്റെ ഭാര്യമാരാകുന്ന ആയിഷ ഉമ്മയും ഹഫ്സ ഉമ്മയും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്.
ഹബീബിന്റെ വീട്ടിലാണ്. ഹബീബിന്റെ ഭാര്യമാരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിഷ ബീവിയുണ്ട്, ഓർമ്മ ശരിയാണെങ്കിൽ ഹഫ്സ ബീവിയുണ്ട്. രണ്ട് ഭാര്യമാരും ഹബീബും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണ് കാണാത്ത മഹാനാകുന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം കടന്നു വരുന്നത്. ആ സമയത്താണ് ഹബീബ് തന്റെ ഭാര്യമാരോട് പറയുന്നു, അതാ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം കടന്നു വരുന്നുണ്ട്. ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും മറക്കപ്പുറത്തേക്ക് പോകണം, റൂമിന്റെ ഉള്ളിലേക്ക് പോകണം. നിങ്ങൾ ഇവിടെ ഉണ്ടോന്നറിയില്ല. കടന്നു വരുന്ന ആളിന് കണ്ണിന് കാഴ്ചയില്ല. കടന്നു വരുന്ന ആ അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂം എന്ന ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ഹബീബ് തന്നോട് വർത്തമാനം പറഞ്ഞിരുന്ന തന്റെ ഭാര്യമാരോട് പറയുകയാണ്, ഇഹ്തജിബാ, രണ്ടുപേരും മറക്കപ്പുറത്തേക്ക് പോകണം. ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ പറയുന്നത് പോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ തരം താഴ്ത്തുകയല്ല, അവരെ മനസ്സിലേക്കും ചെറിയൊരു തോന്നൽ തോന്നിപ്പോയി നബിയേ. ആ ആൾ അന്ധനായ ആളല്ലേ നബിയേ, അവർ ഞങ്ങളെ കാണില്ലല്ലോ, തിരിഞ്ഞില്ല. ആ വരുന്ന ആൾ അന്ധനായ ആളല്ലേ, അവർ ഞങ്ങളെ കാണൂലല്ലോ, പിന്നെ എന്തിനാ ഞങ്ങള് പോണത്? അപ്പൊ ഹബീബ് കൊടുക്കുന്ന മറുപടിയുണ്ട്, വരുന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിന് കാഴ്ചയില്ല, ശരി തന്നെയാണ്. ഒരർത്ഥത്തിൽ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ രണ്ടുപേരും അന്ധകളാണോ? നിങ്ങൾ രണ്ടുപേരും കണ്ണിന് കാഴ്ചയുള്ളവരാ ഇല്ലാത്തവരാണോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾക്ക് അബ്ദുല്ലാഹിബ്നു ഉമ്മ മക്തൂമിനെ കാണാൻ പറ്റുമല്ലോ, ഉള്ളിലോട്ട് പോകണം. കാണാൻ പറ്റില്ല എന്നുള്ളത് ഈ മതത്തിന്റെ നിയമമാണ് എന്ന് പരിശുദ്ധ ഹബീബ് പറഞ്ഞു പോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാബിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ അങ്ങ് രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്തല്ലോ, സല്ലല്ലാഹു അലാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹിജാബിന്റെ വിഷയത്തിൽ, ഔറത്ത് മറക്കുന്ന വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് അല്ലാഹുവിന്റെ വർത്തമാനമാണ്. ചരിത്രം പറയട്ടെ, മഹദിയാകുന്ന ഫാത്തിമത്തു സഹ്റ ബതൂൽ ഹബീബിന്റെ പൊന്നുമോളല്ലേ, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നാരിമാരുടെ നേതാവാണ് എന്ന് പറഞ്ഞ മഹദിയാകുന്ന ഫാത്തിമ മോളുടെ വർത്തമാനം പറയട്ടെ. 6 മാസമല്ലേ ഹബീബിന്റെ മോൾ ഹബീബ് വഫാത്തായതിനു ശേഷം ഭൂമി ലോകത്ത് ജീവിച്ചത് 6 മാസം മാത്രമാണ്. അവസാനം വഫാത്താവാൻ കിടക്കുകയാണ്. വഫാത്താവാൻ കിടക്കുന്ന സമയം ആ ഫാത്തിമ മോളുടെ അരികിലുണ്ട്, അവിടുത്തെ ശുശ്രൂഷക്കായി, അവിടുത്തെ സേവകയായി കൂടെ നിൽക്കുന്നുണ്ട് മഹദിയാകുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ. അസ്മാ ബീവി ഫാത്തിമ മോളുടെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫാത്തിമ മോൾക്ക് ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഫാത്തിമ മോൾ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കാണുന്നത്. ആ സമയത്ത് അസ്മാ ബീവി ചോദിക്കുകയാണ്, ഫാത്തിമ, എന്തിനാ മോളെ കരയുന്നത്? എന്ത് പ്രയാസമാ നിങ്ങൾക്കുള്ളത്? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ ബേജാറാകുന്നത്? എന്തിനാ നിങ്ങൾ വേപത് കൊള്ളുന്നത്? ആ സമയത്ത് ഫാത്തിമ മോൾ പറയുകയാണ്, അസ്മാ, എനിക്ക് മരിക്കാനുള്ള പേടിയുണ്ടായിട്ടല്ല, എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടല്ല അസ്മാ, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നാണ്. അന്ന് ഫാത്തിമോൾ ഈ വർത്തമാനം പറയുന്ന സമയത്ത് മദീനയിലെല്ലാം മരണപ്പെട്ട ആളുകളെ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയുള്ള മയ്യത്ത് കട്ടിലല്ല, മുകളിൽ കവറിംഗ് ഉള്ള മയ്യത്ത് കട്ടിലല്ല, ഒരു സ്ട്രക്ചർ പോലെയുള്ള ഒരു പലക പോലെയുള്ള വസ്തുവിലാണ് 4 ഭാഗവും പിടിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകാറുള്ളത്. ഫാത്തിമ മോൾ പറയുകയാണ്, അസ്മാ, ഞാൻ കരയാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ ശരീരത്തിൽ
ശരീരത്തോട് ഒട്ടിച്ചേരുന്ന വിധത്തിൽ എന്റെ കഫൻ പുടവ നിങ്ങൾ കഫൻ ചെയ്യും. ആ കഫൻ പുടവ കൊണ്ട് എന്റെ കഫൻ പുടവ കഫൻ ചെയ്യുമ്പോ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ഈ പലകയിൽ നിങ്ങൾ കൊണ്ടുപോകുമ്പോ മറ്റുള്ളവർ കാണുമല്ലോ. അസ്മാ, മനസ്സിലായില്ല? എന്റെ ശരീരത്തിന്റെ ഭാഗം വെളിവാകും എന്നല്ല എന്റെ പ്രശ്നം. എന്റെ ശരീരത്തിന്റെ വണ്ണം എത്രയാണ്, വലിപ്പം എത്രയാണ്, ഉയർച്ച താഴ്ച മറ്റുള്ളവർ കാണുമല്ലോ. എന്നെ മയ്യത്ത് കട്ടിലേറ്റി കൊണ്ടുപോകുമ്പോ ഈ അവസ്ഥയിൽ കൊണ്ടുപോയാൽ അത് കാണൽ ഞാൻ ഇഷ്ടമല്ല. അസ്മാ, എന്താ അവസ്ഥ? പർദ ടെക്സ്റ്റൈൽസിൽ തൊട്ടടുത്തുണ്ട് ഒരു 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 ടൈലർ അല്ലെ ഉണ്ടാവും. എന്തിനല്ലേ ഇത്? ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ല, അല്ല എന്റെ ഇവിടെ നിന്നല്ലേ പറയുന്നത്. എന്തിനല്ലേ പർദ വാങ്ങിയിട്ട് പിന്നെ ഒന്ന് ഷേപ്പ്, ബോഡി ഷേപ്പ്. രക്ഷപ്പെടുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഫാത്തിമ മോൾ കരയുന്നത്, രാത്രി എന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോകുന്ന സമയം എന്റെ ആ മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകുമ്പോ ആളുകൾ എന്റെ വണ്ണവും വലിപ്പവും കാണൂലേ? ആ സമയത്താണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഫാത്തിമ, ഞാൻ ഷാമിലേക്ക് കച്ചവടത്തിന് പോയ സമയം, ഞാൻ ഷാമിലേക്ക് പോയ സമയം അവിടെ നിന്ന് ഞാൻ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഈത്തപ്പന ഓല കൊണ്ട് കവർ ചെയ്യുന്ന രൂപത്തിലുള്ളത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും കാണിക്കാതെ നിങ്ങളുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകും ഫാത്തിമ. ആ സമയത്താണ് ഫതബസ്സമത് ഫാത്തിമ ചരിത്രത്തിൽ കാണുന്നത്. ഹബീബ് വഫാത്തായതിനു ശേഷം ഫാത്തിമ മോൾ ചിരിച്ച ഒരു രംഗം ഇത് തന്നെയാണ്. എപ്പോ? തന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ആളുകൾ കാണൂല എന്ന് കണ്ടപ്പോ. അല്ലാഹു ഖൽബ് തുറന്നു തരട്ടെ. പ്രായപൂർത്തിയായ നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ യൂണിഫോമിന്റെ അവസ്ഥ എന്താണ്? പറയാതിരിക്കാൻ നിർവാഹമില്ല. നേരം വൈകിയോ? ഹാഫിദ് ഉണ്ടെങ്കിൽ 10 മണി വരെ പറയും. അവിടെ നമുക്ക് നിർത്തും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒന്നും ആമി പറയില്ല, നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മക്കളുടെ സ്കൂളിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ്? യൂണിഫോമിന്റെ കൈ എത്രയാണ്? അവരുടെ പാന്റിന്റെ കാലിന്റെ താഴ്ച എത്രയാണ്? നമ്മുടെ പെൺകുട്ടികളിൽ അധികവും സ്കൂളിലേക്ക് പോകുന്ന യൂണിഫോം ഞെരിയാണിക്ക് മുകളിലാണ് പാന്റ്. ശരിയോ തെറ്റോ? എന്താണ് ഹിജാബിന്റെ വർത്തമാനം? ഞെരിയാണിക്ക് മുകളിൽ ആർക്കാണ് നിർബന്ധം? പുരുഷന്മാർക്കല്ലേ? കണ്ടാ തോന്നും അവർക്കാണ് നിർബന്ധമെന്ന്. ആ ധരിക്കാൻ പറ്റുന്ന തട്ടം പോലും ധരിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. മദ്രസയിൽ പഠിക്കുമ്പോ +1ഉം +2ഉം 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സിലേക്കും വരുന്ന പെൺകുട്ടികൾ പർദ്ദയുണ്ട്, ഹിജാബുണ്ട്, നിഖാബുണ്ട്. അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന് അഴിച്ചു മാറ്റിയിട്ട് പിന്നെ അവർ പോകുന്നത് ഒരു നീങ്ങിപ്പോകുന്ന സഞ്ചരിക്കുന്ന ഒരു പോളിസ്റ്ററിന്റെ തട്ടമാണ്. കുത്തിയെങ്കിൽ കുത്തി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനായ ഉപ്പാ ഉമ്മ, നാളെ ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് കൊടുക്കാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയേ വേണ്ട. എല്ലാം കൊടുത്തിട്ടേ അല്ലാഹു വിടൂ. പറയാതിരിക്കാൻ നിർവാഹമില്ല. കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഇന്ന് 80% പോലും മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത്. ഇത് ലൈവ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വേറെ കുറച്ച് വർത്താനം പറയുന്നുണ്ടായിന്. നമ്മുടെ നാടായതുകൊണ്ട് പറയുന്നല്ലോ. ലൈവ് ഉണ്ടായതുകൊണ്ട് ഒരു പേടി എനിക്ക് പ്രസംഗം. 80% പോലും മുഖം കാണിച്ചുകൊണ്ട്, മുടി കാണിച്ചുകൊണ്ട്, മുടിയുടെ ഹിജാബ് തട്ടത്തിന്റെ മുകളിൽ ആദ്യം ഒരു തട്ടം റോള് ചെയ്ത് അതിന്റെ മുകളിൽ കോണാക്കിയിട്ട് ഇങ്ങനെ ഹബീബ് പറഞ്ഞ അവസാനത്തിന്റെ വർത്തമാനം, ഖിയാമത്തിന്റെ വർത്തമാനം പുലരുന്ന രൂപത്തിൽ കോലക്കേടാക്കി കോലമാക്കി നടക്കുന്ന മുസ്ലിം സഹോദരി സഹോദര എന്ന് ഞാൻ കരുതി കൂട്ടി വിളിച്ചതാണ്. മക്കളുടെയും തനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരുടെയും ആ വർത്തമാനം അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരവാദിത്തത്തോടുകൂടെ പറയേണ്ടവരാണ് നമ്മളെല്ലാവരും. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. നിന്റെ ശരീരം മാത്രം കാത്താൽ പോരാ,
കുടുംബത്തിൻ്റെയും അക്കമിട്ട് മറുപടി കൊടുക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ഭാര്യ എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ പെൺകുട്ടികൾ എന്റെ ഉത്തരവാദിത്തമാണ്. അതിനെ കുറിച്ച് മറുപടി കൊടുക്കേണ്ടത് ഞാനാണ്. പറയാൻ കഴിയുന്നിടത്തോളം പറയേണ്ടത് എന്റെ ബാധ്യതയാണ്. നാളെ ആ ബാധ്യത ഞാനും നീയും പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, ആ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടെ മറുപടി കൊടുത്തേ മതിയാകൂ. ഒരാൾക്കും അതിൽ വിട്ടുവീഴ്ചയില്ല. മറ്റുള്ളവർക്ക് ഈ ദീനിന്റെ മേൽ കുതിര കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ്. കർണാടക ഹൈക്കോടതിയിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാബിന്റെ വിഷയം വന്നു. ആ ബെഞ്ചിലുള്ള 2 ജഡ്ജിമാർ 2 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ജഡ്ജി അതത്ര വിഷയമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? പല മുസ്ലിമീങ്ങളും ഇത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഇസ്ലാമിന്റെ നിയമങ്ങളും നീതി നിയമങ്ങളും വിഷയങ്ങളും ചോദ്യം ചെയ്യാനുള്ള കാരണം അത് നമ്മൾ തന്നെയാണ്. ആ ഹബീബ് പറഞ്ഞ ഉമ്മതി അൽഖാബിദു അലാ ദീനിഹി ഖൽഖാബിദി അലാ ജംറത്തിൻ മിനന്നാർ. കൈവെള്ളയിൽ തീക്കട്ട എടുത്ത് പിടിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് അവസാന കാലം ഈമാൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക എന്നുള്ളത്. പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ പ്രയാസകരമായ സാഹചര്യമാണ്. നിയമങ്ങൾ ഒരു വശം അങ്ങനെ, മറ്റുള്ള സാഹചര്യങ്ങൾ ഒരു വശം ഇങ്ങനെ. ഈ ഈമാൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നുള്ളത് ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വർത്തമാനം പറഞ്ഞത് വിശ്വാസികളോടാണ്. ഹിജാബിന്റെ വിഷയം പറഞ്ഞത് വിശ്വാസികളോടാണ്. അല്ലാത്തവരോട് ഈ വർത്തമാനം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. കയ്യും തലയും പുറത്തിടരുത് എന്ന് കാണാറുണ്ട്. എവിടെ? കയ്യും തലയും പുറത്തിടരുത് എന്ന് കാണാറുണ്ട്. എവിടെ? നിങ്ങൾ പഠിത്ത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മള് ബസ്സിലാണ് അല്ലേ? കയ്യും തലയും പുറത്തിടരുത്. കയ്യും തലയും പുറത്തിടരുത് എന്നുള്ള കൽപ്പന ആരോടാണ്? ആ ബസ്സിൽ കയറിയവരോടാണ്. ശരിയല്ലേ? ആ ബസ്സിൽ കയറിയവരോടാണ് നിയമം പറഞ്ഞത്. കയ്യും തലയും പുറത്തിടരുത്. ആരോടാണ് തലമറക്കണം എന്നുള്ള നിയമം പറഞ്ഞത്? വഖുല്ലിൽ മുഅ്മിനാത്ത് വനിസാഇൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട്. അല്ലാത്തത് നമ്മളെ ചർച്ചയൊന്നുമില്ല. ആ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടുള്ള ബാധ്യതയാണ് ഈ വർത്തമാനം എന്നുള്ളത്. ബനൂ തമീം ഗോത്രക്കാരികളായ ചില സ്ത്രീകൾ ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആയിഷ ഉമ്മയുടെ വീട്ടിലേക്ക് വന്ന് അവർ നേരിയ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പെൺകുട്ടികൾ ധരിക്കുന്നത് പോലെ വല പോലെയുള്ള വസ്ത്രം, അല്ലെങ്കിൽ ഔറത്ത് കാണുന്ന രൂപത്തിലുള്ള നേരിയ വസ്ത്രമാണ്. ആയിഷ ഉമ്മയുടെ അരികിലേക്ക് ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ചില പെണ്ണുങ്ങൾ കടന്നു വരുന്നുണ്ട്. വദഖല നിസ്വത്തും മിൻ ബനീ തമീമിൻ അലാ ആയിഷ. ആയിഷ ഉമ്മയുടെ അരികിലേക്ക് കടന്നു വന്നപ്പോ അലൈഹിന്ന സിയാബുൻ റിഖാഖ്, നേരിയ ഒരു വസ്ത്രമാണുള്ളത്. ഫഖാലത്ത് ആയിഷ, ആയിഷ ബീവി പറയുകയാണ്, ഇൻ കുൻതുന്ന മുഅ്മിനാത്തിൻ ഫലൈസ ലിഹാദാ ബിലിബാസിൽ മുഅ്മിനാത്ത്. നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ ഇത് നിങ്ങളുടെ വസ്ത്രമല്ല. വഇൻകുൻതുന്ന ഗൈറ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളല്ല എങ്കിൽ നിങ്ങൾക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. മുഅ്മിനീങ്ങളോടാണ് ഇതിന്റെ വർത്തമാനം, വിശ്വാസികളോടാണ് ഇതിന്റെ വർത്തമാനം. എന്തേ ആദ്യം പറഞ്ഞു വെച്ച വർത്തമാനം? അല്ലാഹു വിളിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക്. ആർക്കാണ് ആ സ്വർഗം ഒരുക്കി വെച്ചത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആർക്കാ സ്വർഗമുള്ളത്? മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ കട്ടായമായ വർത്തമാനമാണ്. പലരും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇന്നാളൊന്നുമില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല എന്ന് പറയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾക്കാണ് സ്വർഗം. ആരാണ് മുഅ്മിൻ? മൻ റളിയ ബില്ലാഹി റബ്ബാ. അല്ലാഹുവിനെ ഇഷ്ടണ്ടോ മോളെ? നീയാണ് മുഅ്മിൻ. ഈ ദീനിനെ നിനക്ക് ഇഷ്ടണ്ടോ സഹോദരാ? നീയാണ് മുഅ്മിൻ. ഈ ഹബീബിനെ നബിയായി നിനക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ? നീയാണ് മുഅ്മിൻ. അല്ലാഹു പറഞ്ഞതല്ലേ, ഹബീബ് പറഞ്ഞതല്ലേ, ദീനിന്റെ നിയമമല്ലേ. ഒരു മുടി പോലും നീ കാണിക്കരുത് എന്ന്. അല്ലാഹു ഖൽബ് തുറന്നു തരട്ടെ. ഒന്ന് ഉറക്കാമീൻ പറ. അല്ലാഹു ഖൽബ് തുറന്നു തരട്ടെ. ഇത് അല്ലാഹുവിന്റെ നിയമമല്ലേ.
പുറത്ത് ഇറങ്ങിപ്പോകുന്ന ഭാര്യയോട് പറയാനുള്ള ബാധ്യത നമുക്കില്ലയോ? പറയണം. ഖുൽ യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുമ്പോ പിന്നെ അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്തത് എങ്ങനെ ചെയ്യാൻ തോന്നുക? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകളുടെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോ അവിടുത്തെ അവതാരകകൾ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, അല്ലാഹുവിന് ഇഷ്ടമില്ലേ സഹോദരി, ഹബീബിന് ഇഷ്ടമില്ലേ സഹോദരാ, ഈ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നത് ഒരു സന്തോഷമായി നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലയോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബ് അവസാന കാലത്തിന്റെ വർത്തമാനം പറയുന്നുണ്ടല്ലോ, രണ്ട് വിഭാഗം ആളുകൾ, ആ രണ്ട് വിഭാഗം ആളുകളെ ഞാൻ കാണാതിരിക്കട്ടെ എന്നർത്ഥമുണ്ട്. മറ്റൊന്ന് ഹബീബ് പറഞ്ഞത് ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. ഒരു വിഭാഗം ആളുകൾ റിജാലുൻ, ചില പുരുഷന്മാരാണ്, അവരുടെ കയ്യിൽ കഅദ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ അല്ലെങ്കിൽ അത്തി പോലെയുള്ള വടികൾ അവരുടെ കയ്യിലുണ്ടാകും. ആ വടികൾ ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമില്ലാതെ അവർ പാവപ്പെട്ടവരെ, നിരപരാധികൾ അവർ അടിച്ചൊതുക്കുന്നുണ്ട്. ഒരു വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗം ഹബീബ് പറയുന്നത് നിസാഉൻ, പെണ്ണുങ്ങളാണ്. ഏത് പെണ്ണാണ്? കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആരിയാത്തുൻ എന്നാൽ അവർ നഗ്നകളാണ് എന്ന് പറഞ്ഞാൽ ഔറത്ത് മറച്ചിട്ടുണ്ട് എന്ന് തോന്നുമാറ് വിധത്തിലുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. അവർ അല്ലാഹുവിന്റെ ഹബീബ് കാണാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട്. അവർ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്തില്ല. ഈ ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട് മുഅ്മിനീങ്ങൾ അന്ന് നടന്നിട്ടില്ല. ഹബീബിന്റെ പൊന്നുമോളുടെ വർത്തമാനമാണ് പറഞ്ഞു തന്നത്. ആയിഷ ഉമ്മയുടെ വർത്തമാനമാണ് പറഞ്ഞു തന്നത്. ഹബീബ് പറയുകയാണ്, ആ വിഭാഗം കടന്നു വരാനുള്ളത് 21-ാം നൂറ്റാണ്ടിന്റെ വർത്തമാനം വെച്ച് വായിക്കുമ്പോ ആ ഹബീബിന്റെ വഹീന്റെ വെളിച്ചത്തിൽ പറഞ്ഞ വർത്തമാനം എത്ര സത്യമാണ്. അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. ഇന്നിറങ്ങുന്ന അധികവും മക്കൾക്ക് പോലുമുള്ളത് സ്ലീവ്ലെസ് ഉടുപ്പുകളാണ്. അത് വാങ്ങിക്കൊടുക്കുമ്പോ ശ്രദ്ധിക്കണേ. ആ ചെറിയ മക്കളാണ് എന്ന് പറയുമ്പോഴും അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മറുപടി നമ്മളാ പറയേണ്ടത്. വാങ്ങിക്കൊടുക്കുന്നവർ ആരാണ്? അതാണ് ഇന്നത്തെ ട്രെൻഡ് എന്നാണോ? ട്രെൻഡിന്റെ പിന്നാലെയാണോ പോകുന്നത്? ഫാത്തിമ മോൾ പോയ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ടതില്ല. സ്ലീവ്ലെസ് എന്നല്ലേ പറയാം. ഇവിടെ അങ്ങോട്ടില്ലാത്തതിന് എന്താ പറയാ? ഇന്ന് ടെക്സ്റ്റൈൽസിന്റെ മുന്നൊക്കെ നോക്കി ആർക്കും അത് അത്ര ഇഷ്ടമില്ല. എല്ലാരും പ്രായപൂർത്തി എത്തിയ അതിന്റെ മുകളിലുള്ള പെൺകുട്ടികൾ പോലും മുസ്ലിം, അവിടെയാ ചർച്ച. മുസ്ലിം പെൺകുട്ടികൾ പോലും പരിശുദ്ധ ഹബീബ് പറയുകയാണ്, നിസാഉൻ കാസിആത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്ത്. അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. അവർ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാനുള്ള എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമിന്റെ നിയമം പറയുമ്പോ അത് പറയാൻ പോലും പറ്റാത്ത കാലമാണ്. കട്ട് ചെയ്തുകൊണ്ട്, ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് കേസ് കൊടുക്കുന്ന കാലമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ കൊടുക്കട്ടെ. ഒരാഴ്ച മുന്നേ ഞാൻ വിളിച്ചിരുന്നു. വളരെയേറെ പ്രയാസത്തിലാണ് ഉസ്താദെ, നടക്കാൻ പോലും കഴിയുന്നില്ല, നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം പൂയിൽത്തായത്തിന്റെ മണ്ണിലും നമ്മളെ മദ്രസക്ക് വേണ്ടി അവിടെ സഹായം ചോദിക്കാൻ ഉസ്താദായിരുന്നു വാള് പറയാൻ വന്നത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ കൊടുക്കുമാറാകട്ടെ. ആ ഉസ്താദിനെതിരെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് 29 കേസുണ്ട്. 29 ഒരു ഇസ്ലാമിന്റെ നിയമം മാത്രം പറഞ്ഞതാണ്. അത് വളച്ചൊടിച്ച് വേറെ കൊണ്ടുപോയതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മായിലാത്തുൻ മുമീലാത്ത്. അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാനുള്ള പണി എന്താണോ അവർ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ ഹബീബ് പറയുന്നുണ്ട്, റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ
പറയുകയാണ്, തട്ടം ഇങ്ങനെ കുത്തിയിട്ട് കോണാക്കിയിട്ട് ബാക്കിൽ മുടി ഇങ്ങനെ ഉണ്ട പോലെ ആക്കി അതിന്റെ മുകളിൽ വലിയ ബണ്ണ് പോലെയുള്ള സാധനം തിരികെ വെച്ച് അവരിങ്ങനെ ആ സ്കാഫ് ഇങ്ങനെ കൊത്തിയിട്ട് അതുവരെ മാത്രമേ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ജിൽബാബുകളെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടാതെ തല ഇങ്ങനെ കുലുക്കി പോകുന്ന രൂപം ഹബീബ് പറയുകയാണ് ലാ യദ്ഖുൽനൽ ജന്ന. വിശദീകരിക്കാനുണ്ട്, പക്ഷേ വിശദീകരിക്കുന്നേ ഇല്ല. ഒരു പരിധി വെച്ച് പറയുകയാണ് ഹബീബ് പറയുകയാണ്, അങ്ങനത്തെ നടക്കുന്ന ആളുകൾ ലാ യദ്ഖുൽനൽ ജന്ന, ആ സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്ദന റീഹഹാ, അവർക്ക് സ്വർഗ്ഗത്തിന്റെ വാസന പോലും ലഭിക്കുകയില്ല. വരീഹുഹാ, സ്വർഗ്ഗത്തിന്റെ വാസന 500 വർഷക്കാലം യാത്ര ചെയ്താൽ എത്ര അപ്പുറത്തേക്ക് എത്തുമോ അത്രയും ആ വാസന അടിച്ചു വീശും. ആ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹിജാബിന്റെ വിഷയം നാട്ടിൽ ചർച്ചയാകുമ്പോ നമ്മളാണ് അതിന് പ്രശ്നക്കാർ എന്ന് മനസ്സിലാക്കുകയും ഈ ദീനിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങി വരാൻ നമ്മൾക്ക് തയ്യാറാവുകയും ചെയ്യണേ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു വിളിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിനെ ഖൽബിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ എല്ലാം ആനന്ദകരമാണ്, എല്ലാം സന്തോഷകരമാണ്. ധരിക്കുന്ന വസ്ത്രം സന്തോഷമാണ്. ഇതെനിക്കിഷ്ടമല്ലെങ്കിലും എൻ്റെ റബ്ബിന് ഇത് ഇഷ്ടമാണല്ലോ, എൻ്റെ ഹബീബിന് ഇത് ഇഷ്ടമാണല്ലോ, എൻ്റെ ദീനല്ലേ ഇത് പറഞ്ഞത്. നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷ വേണോ, ഇതിൽ നിന്ന് ഞാൻ കടന്നുപോയാൽ പ്രശ്നമാണല്ലോ. അത് പറഞ്ഞുകൊണ്ട് ആ ദീനിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് കടന്നു വന്നാൽ രക്ഷപ്പെടാൻ കഴിയും. ആ സ്വർഗത്തിലേക്ക് ഓടിപ്പോയവരുണ്ട്. 1-2 ചരിത്രങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മഹാനാകുന്ന മാഷിത റളിയല്ലാഹു അൻഹാ, മഹദിയാകുന്ന മാഷിത ബീവി റളിയല്ലാഹു അൻഹാ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്ന ബനൂ ഇസ്രായേലുകാരുടെ സംഭവത്തിൽ മറ്റു പല സംഭവങ്ങളും കാണാം. സൂറത്തുൽ ബുറൂജിന്റെ പശ്ചാത്തലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള വർത്തമാനം പറഞ്ഞു തരുന്നുണ്ട്. അവർക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു ഈ ഈമാനിനെ. ഈ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചപ്പോ അവർ എത്ര പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ സഹിച്ചപ്പോഴും അവർ ഈ ഈമാൻ ഒഴിവാക്കിയിട്ടില്ല. മഹദിയാകുന്ന മാഷിത ബീവി റളിയല്ലാഹു അൻഹാ. ആരാണ് മാഷിത? മാഷിത എന്ന് പറഞ്ഞാൽ മിസ്ത് എന്ന് പറഞ്ഞാൽ ചീർപ്പ് എന്നാണ്. മാഷിത എന്ന് പറഞ്ഞാൽ മുടി വാർന്നു കൊടുക്കുന്നവൾ. ഫിറൗനിന്റെ ഭാര്യമാർക്കും അവിടുത്തെ പെൺകുട്ടികൾക്കും മുടി വാർന്നു കൊടുക്കുന്ന വേലക്കാരിയായ പെണ്ണായിരുന്നു മഹദിയാകുന്ന മാഷിത ബീവി റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം മുടി ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുമ്പോ കയ്യിലുള്ള ചീർപ്പ് അറിയാതെ താഴെ വീണുപോയി. താഴെ വീണ സമയം എടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഇത് കേൾക്കുന്നുണ്ട് ആ പെൺകുട്ടി, കേൾക്കുന്നു, ചോദിക്കുന്നുണ്ട്, അല്ല മാഷിത, അല്ല മാഷിത, എന്റെ ഉപ്പയല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കുണ്ടോ? ഫിറഔൻ അന റബ്ബുകുമുൽ അലാ എന്ന് പ്രഖ്യാപിച്ച ആളല്ലേ ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി. എന്റെ ഉപ്പയല്ലാത്ത ഒരു റബ്ബ് നിങ്ങൾക്കുണ്ടോ? അതേ, എനിക്കുണ്ട്. റബ്ബി വ റബ്ബുക വ റബ്ബു അബീകി അല്ലാഹ്. എന്റെയും നിന്റെയും നിന്റെ ഉപ്പയുടെയും റബ്ബ് അല്ലാഹുവാണ്. എന്റേത് മാത്രല്ല, എല്ലാരും റബ്ബ് അല്ലാഹുവാണ്. ആ റബ്ബിനെയാണ് എനിക്കിഷ്ടമെന്ന് പറയുകയാണ്. എന്റെ വിഷയത്തിന്റെ ആമുഖം മറക്കരുതേ. മൻ റളിയ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ ഇഷ്ടമുണ്ടോ? മാഷിത ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ റബ്ബ് അല്ലാഹുവാ, ആ റബ്ബിനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ പറയണ്ട്, നിങ്ങളെ റബ്ബ് അല്ലാഹു ആണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ എന്റെ ഉപ്പാനോട് പോയി പറയും. ആരാണ് ഉപ്പ? ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. പറഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രയാസം എന്താണെന്ന് അറിയുമോ? അറിയാം. തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തുകയല്ലേ ചെയ്യാ. അത് ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്. മഹദിയാകുന്ന മാഷിത ബീവിയെ കുറിച്ച് ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ അരികിലേക്ക് ചെന്ന് മോള് പറയുകയാണ്, ഉപ്പാ, നമ്മുടെ വേലക്കാരിയായ ഈ പെണ്ണ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട്.
വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് മാഷിത ബീവി റളിയല്ലാഹു അൻഹയെ. വിശാലമായ സംഭവമാണ്. സംഭവം അറബി കോട്ട് ചെയ്ത് പറയാനുള്ള സമയമില്ല. ആ മാഷിത ബീവി റളിയല്ലാഹു അൻഹയോട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ചോദിക്കുന്നുണ്ട്, അല്ല മാഷിത, നിങ്ങൾ ഞാനല്ലാത്ത റബ്ബിനെ വിശ്വസിക്കുന്നുണ്ടോ? അതേ, വിശ്വസിക്കുന്നുണ്ട്. ആ സമയത്ത് മാഷിത ബീവിയോട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി ചോദിക്കുകയാണ്, നിങ്ങൾ ആ വിശ്വാസത്തിൽ നിന്ന് മാറുന്നുണ്ടോ ഇല്ലയോ? ഒരൽപ്പം പോലും എന്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പിറകോട്ടില്ല. എന്റെ അല്ലാഹുവിനെ എനിക്കിഷ്ടമാ. ആ സമയത്താണ് മാഷിതയോട് പറയുന്ന, മാഷിത, തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ പോവുകയാണ് മാഷിത. ആ സമയത്ത് മാഷിത ബീവി പറയുകയാണ്, നീ എന്ത് ചെയ്തോളൂ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു പേടിയോ ഇല്ല, എനിക്കൊരു പരിഭവമോ ഇല്ല. എനിക്ക് പ്രശ്നമുള്ളത് നാളെ റബ്ബിന്റെ അരികിലേക്ക് ഞാൻ കടന്നു ചെന്നാൽ ആ റബ്ബിന്റെ അരികിൽ എനിക്ക് പ്രയാസമുണ്ടാകുന്നതാണ്. ഇവിടത്തെ പ്രയാസമേ എനിക്കൊരു പ്രയാസമേ അല്ല. മാഷിത ബീവിയോട് ഫിർഔൻ പറയുകയാണ്, ഒരൽപ്പം പോലും മാറാത്ത സാഹചര്യം ഉണ്ടായപ്പോ മഹദിയാകുന്ന മാഷിത ബീവിയോട് റളിയല്ലാഹു അൻഹയോട് ഫിർഔൻ പറയുകയാണ്, നിന്നെ മാത്രമല്ല കൊലപ്പെടുത്തുന്നത്, നിന്റെ 5 കുഞ്ഞുങ്ങളെ ഓരോന്നോരോന്നായി ഈ തിളച്ചു മറയുന്ന കുഞ്ഞിനെ, ഈ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് ഓരോ കുഞ്ഞുങ്ങളെയായി വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് നിന്നെ ഞാൻ കൊലപ്പെടുത്താൻ പോകുന്നത്. ആ സമയത്ത് മാഷിത പറഞ്ഞിട്ടുണ്ട്, നീ എന്ത് ചെയ്താലും എനിക്കൊരു പ്രയാസമേ ഇല്ല. ഒരു നിലക്കും മാറാതെ അചഞ്ചലമായ ആ ഈമാന്റെ മുന്നിൽ മഹദിയാകുന്ന മാഷിത ബീവി പതറാതെ നിൽക്കുമ്പോഴാണ് മഹദിയാകുന്ന മാഷിത ബീവിയെ ആ തിളച്ചു മറയുന്ന എണ്ണയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി മൂത്ത കുഞ്ഞിനെ മേടിക്കുന്നത്. ഒരു കുഞ്ഞിനെ ആ തിളച്ചു മറയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയുകയാ. മാംസഭാഗങ്ങൾ ഉരുകി ഒലിച്ചുകൊണ്ട് ആ കുഞ്ഞ് മരണപ്പെടുകയാണ്. മാഷിത ബീവിയോട് ചോദിക്കുകയാണ്, അല്ല മാഷിത, ഒരു കുഞ്ഞല്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, മാറണമെങ്കിൽ മാറിക്കോളൂ, ബാക്കി രക്ഷപ്പെടുത്തി തരാം. ഇല്ല ഫിറൗനെ, ഒരണു പോലും മാറാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയാകുന്ന മാഷിത 4 കുഞ്ഞുങ്ങളെയും കൊടുക്കുകയാണ്. അവസാനത്തെ കുഞ്ഞേതാണ്? തന്റെ മാറിടത്തിൽ നിന്ന് മുല കുടിക്കുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ മാറിടത്തിൽ നിന്ന് ഫിറൗന് ചോദിക്കുമ്പോഴാണ് ഒരൽപ്പം പ്രയാസത്തോടുകൂടെ സങ്കടത്തോടുകൂടെ കരയുന്നത് മാഷിത ബീവി. മാഷിത ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈ കുഞ്ഞെന്തി തെറ്റാ ചെയ്തത്? ഞാനുള്ള വിശ്വാസമുള്ള കാരണത്താലല്ലേ? ഞാനൊന്ന് മാറ്റി പറഞ്ഞാൽ ഈ പിഞ്ചു പൈതലെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സംസാരിക്കാൻ പ്രായമാകാത്ത ആ മുല കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്നത്. യാ ഉമ്മി യാ ഉമ്മാ ഇഖ്തഹിമീ ഇന്ന അദാബ ദുനിയാ അഹ്വനു മിൻ അദാബിൽ ആഖിറ. സംസാരിക്കാൻ പ്രായമാകാത്ത 4 കുട്ടികളാണ് സംസാരിച്ചതായി താരീഖിലുള്ളത്. ഒന്ന് മാഷിത ബീവിയുടെ ഈ കുട്ടിയാണ്. ആ കുട്ടി പറയുകയാണ്, എന്റെ കാര്യത്തിലാണോ ടെൻഷൻ അടിക്കുന്നത്? യാ ഉമ്മ, എന്റെ വിഷയത്തിലാണോ പ്രശ്നമുള്ളത്? ഇന്ന അദാബ ദുനിയാ അഹ്വനു മിൻ അദാബിൽ ആഖിറ. ഭൂമി ലോകത്ത് ഈ ഫിറൗനിന്റെ തിളച്ചു മറയുന്ന എണ്ണയുണ്ടല്ലോ, ആ എണ്ണയേക്കാൾ വളരെ പ്രയാസമാണ് ആഖിറമാകുന്ന ലോകത്തുള്ള ശിക്ഷ. ആ കഠോരമായ തീ, ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേറ്റു മേടിച്ചോളൂ. എന്തേ അവർ ചെയ്ത തെറ്റി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ നഖമൂ മിൻഹും ഇല്ലാ അയ്യുമിനൂ ബില്ലാഹിൽ അസീസിൽ ഹമീദ്. ഹമീദായ പ്രതാപിയായ അല്ലാഹുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒരു തെറ്റല്ലാതെ അവർ ചെയ്തിട്ടില്ല. അവർ ഈമാൻ ഉൾക്കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് വിശ്വസിച്ചിട്ടുണ്ട്. പെണ്ണെ, അല്ലാഹു പറഞ്ഞ ഒരു വസ്ത്രധാരണ അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല അല്ലേ? അത് ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറാകുന്നില്ല അല്ലേ? അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകാത്ത കാലം അല്ലാഹുവിന്റെ ശിക്ഷയെ കാത്തിരുന്നോളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ.
അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒരു നിയമം പറഞ്ഞാൽ പിന്നെ അവിടെ ഖിയറത്ത്, ഇഷ്ടാനുസരണം എന്നുള്ള ഒരു വർത്താനം നമുക്ക് പറ്റില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.